മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യം മുതലാക്കാനുള്ള ബിജെപിയുടെ ശ്രമം തീക്കളിയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പഴയ ചാക്കിനേക്കാൾ വില കുറഞ്ഞതായി മാറിയിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടികളെന്നും ബിനോയ് വിശ്വം. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം വിവാദമായതോടെ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. സാംസ്കാരിക നഗരിയുടെ സമാന്തര സിനിമാ പ്രദർശന വേദി അടഞ്ഞു തന്നെ. നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ-വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന വ്യാപാരികൾ. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ. 3 കടകൾക്ക് തീപിടിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്ക് ആനയെ കൊണ്ടുവരാതിരുന്ന പാപ്പാനെ ദേവസ്വം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. കൊമ്പൻ കൃഷ്ണനാരായണന്റെ പാപ്പാൻ നന്ദകുമാറിനെയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യം മുതലാക്കാനുള്ള ബിജെപിയുടെ ശ്രമം തീക്കളിയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പഴയ ചാക്കിനേക്കാൾ വില കുറഞ്ഞതായി മാറിയിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടികളെന്നും ബിനോയ് വിശ്വം. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടില്ല എന്ന് മിക്കവാറും ബോധ്യമായ BJP ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യമുണ്ടാക്കാനാണ്. ഇതെല്ലാം തീക്കളിയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് വോട്ടിൻ്റെ കടമകളൊക്കെ ശ്രമിക്കുന്ന മോദി BJP രാഷ്ട്രീയം, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന ആട്ടിപിടിച്ച അധികാരക്കൊതിയുടെ ഭാഗമാണെന്ന് ഇടതുപക്ഷം ന്യായമായി ചൂണ്ടിക്കാണിക്കുന്നു. മോദി പോകുന്നിടത്തെല്ലാം നൽകുന്ന കേന്ദ്രമന്ത്രി ഗ്യാരണ്ടികളൊന്നും നടപ്പിലാക്കാനുള്ളതല്ല. തൃശൂരിലെ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിലെല്ലാം തൃശൂരിന് കേന്ദ്രമന്ത്രിയെ വേണമെന്നുള്ള പ്രചാരണം വ്യാപകമാണ്. ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന ഗ്യാരണ്ടി പറയാൻ മോദിക്കേ പറ്റൂ. തൃശൂരിൽ നോട്ടുകെട്ടുകളുമായി സ്ഥാനാർത്ഥി നടത്തുന്ന പ്രചാരണം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ്. BJPക്കും കേരളത്തിലെ കോൺഗ്രസിനും നിരാശയുടെ ഹാലിളക്കമാണ്. ഇരുകൂട്ടരെയും നയിക്കുന്ന മൗലിക രാഷ്ട്രീയം ഇടതുപക്ഷ വിരോധമാണ്. ഇന്ത്യയിലെ മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുക്കുമെന്ന മോദി ഗ്യാരണ്ടിയുടെ ബാക്കി പത്രമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. കള്ളപ്പണത്തെ SBI വഴി വെള്ളപ്പൂശി BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നാണംകെട്ട മന്ത്രവിദ്യയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്നുകഴിഞ്ഞു. BJP ബന്ധം കോൺഗ്രസിന്റെ അടിത്തറ തകർത്തു. ഗാന്ധിയൻ മൂല്യങ്ങൾ മറക്കാത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വീകാര്യമായ പോംവഴിയാണ് ഇടതുപക്ഷം. മോദിക്കറിയാം ഒരു ഗ്യാരണ്ടിയും നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പെരുവഴികളിലും നരേന്ദ്രമോദി പലപ്പോഴായി പറഞ്ഞ ഗ്യാരണ്ടികൾ ചത്തുമലച്ചു കിടപ്പുണ്ട്. മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുക്കും ഇന്ത്യയിൽ ഗ്യാരണ്ടിയായിരുന്നു. ആ കള്ളപ്പണത്തിൻ്റെ ബാക്കി പത്രമാണ് ഇലക്ട്രൽ ബോണ്ട്. കള്ളപ്പണത്തെ SBI വഴി വെള്ളം പൂശി BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നാണംകെട്ട മന്ത്രവിദ്യയാണ് നമ്മൾ കണ്ടത്. മണി പവറിനെ പറ്റിയും മുതൽ പവറിനെ പറ്റിയും പ്രസംഗിച്ച ഇലക്ഷൻ കമ്മീഷന് ആ വാക്യത്തിനെല്ലാം അർത്ഥമറിയാമെങ്കിൽ ആർക്കും കാണാം ഇവിടെ ഒരു സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് വോട്ട് പിടിക്കാൻ കാണിക്കുന്ന ഈ നെറികെട്ട ശീലം മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ അത് പിടികൂടും. ഒരു വിഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി വോട്ടിന്റെ കടമ്പ കടക്കാനുള്ള ശ്രമം തെറ്റാണ്. പിറന്ന നാട്ടിൽ ജനങ്ങളെ അഭയാർത്ഥികളാക്കുകയാണ് മോദി ഭരണം. തൃശൂരിൽ LDF വിജയം 100% ഗ്യാരണ്ടിയാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, റവന്യൂ മന്ത്രി K രാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വിവാദമായതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ പിൻവലിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം. സുരേഷ് ഗോപി തന്റെ അച്ഛൻ കലാമണ്ഡലം ഗോപി ആശാനെ സന്ദർശിക്കാൻ വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡിലീറ്റ് ചെയ്ത കുറിപ്പ്.
കലാമണ്ഡലം ഗോപിയെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മഭൂഷൺ കിട്ടേണ്ടേ, അതിനാൽ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബ ഡോക്ടർ തന്നെ വിളിച്ചിരുന്നുവെന്നാണ് മകൻ പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപിയോട് വരേണ്ടതില്ലെന്ന് പറയുകയായിരുന്നു. ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കുറിപ്പ്. എന്നാൽ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോസ്റ്റ് പിൻവലിച്ചത്. അതിനിടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച കലാമണ്ഡലം ഗോപിയുടെ വീഡിയോ ദൃശ്യം പുറത്തുവന്നു. ഈ മന്ത്രിപദം അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിരുന്നു, എങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിരുന്നു എന്നെല്ലാം അറിയാവുന്ന മഹൽ വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ വിശദീകരണവുമായി തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡറാണെന്ന് അറിയില്ലായിരുന്നു, അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചുവെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൊണ്ടുപിടിച്ച പ്രചാരണ പരിപാടികളിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും പ്രചാരണം നടക്കുന്ന വേളയിൽ സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിവാദമാവുകയായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തി ടൊവിനോയെ കണ്ട് ഫോട്ടോ പങ്കുവച്ചപ്പോൾ ടൊവിനോ വിജയാശംസകൾ നേർന്നാണ് യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നുമാണ് സുനിൽകുമാർ കുറിച്ചിരുന്നത്. എന്നാൽ തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത്, അത് നിയമവിരുദ്ധമാണ്, താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറാണെന്നും ടൊവിനോ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പ്രതികരിച്ചു. ഇതോടെ ഫോട്ടോ സുനിൽകുമാർ പിൻവലിച്ചു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവും നൽകിയിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായ ടൊവിനോയുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിക്കെതിരെ NDA ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസിൽ അന്വേഷണം നേരിടുന്ന അലി സാബ്രി നൽകിയ ഹർജിയിലാണ് പരാമർശം. അതേസമയം അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതായി ED കോടതിയിൽ പറഞ്ഞു. സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ കോടതി ഇടപെടലുണ്ടായി. രജിസ്ട്രാർ കോടതിയെ സമീപിച്ച് സമൻസിൽ സ്റ്റേ നേടി. സ്റ്റേ നീക്കാൻ കോടതിയെ സമീപിക്കുമെന്നും ED വ്യക്തമാക്കി. സാംസ്കാരിക നഗരിയുടെ സമാന്തര സിനിമാ പ്രദർശന വേദി അടഞ്ഞു തന്നെ. നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ കൈരളി ശ്രീ തിയേറ്റർ അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. കഴിഞ്ഞ വർഷം മാർച്ചോടുകൂടിയാണ് നവീകരണ പ്രവൃത്തികൾക്കായി തൃശൂർ നഗരത്തിലെ പ്രധാന തിയേറ്ററുകളിലൊന്നായ കൈരളി ശ്രീ അടച്ചിട്ടത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററാണ് കൈരളി ശ്രീ. ആധുനിക സാങ്കേതിക മികവോടെ നവീകരിക്കാനാണ് 2 സ്ക്രീനോട് കൂടിയ തിയേറ്റർ താൽക്കാലികമായി അടച്ചത്. 4K അറ്റ്മോസ് തികവോടെ വൈകാതെ തന്നെ ചലച്ചിത്ര പ്രേമികൾക്കായി തുറക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ വർഷമൊന്ന് പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനായിട്ടില്ല. സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സുരക്ഷയും സൗകര്യവും ഒരുക്കിയും 1-ാം നിലയിലെ ടിക്കറ്റ് കൗണ്ടർ, ഓഫീസ് അടക്കമുള്ളവയിൽ മാറ്റങ്ങളോടുകൂടിയുമാണ് നവീകരണം. പക്ഷേ സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇവിടെയും വില്ലനാകുന്നത്. കരാറുകാരന് കൃത്യമായി തുക അനുവദിക്കാൻ പോലും കഴിയാതായതോടെയാണ് നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു തുടങ്ങിയത്. ഇതോടെ മറ്റൊരു ഉത്സവ അവധിക്കാല സീസൺ വരുമാനം കൂടി തിയേറ്ററിന് നഷ്ടമാകും. ഇതിനുമപ്പുറം തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയടക്കമുള്ള ഫെസ്റ്റിവലുകളും സമാന്തര ചലച്ചിത്ര ഡോക്യുമെന്ററി പ്രദർശനങ്ങൾക്കും മറ്റും സ്ഥിരം വേദിയായിരുന്ന തിയേറ്റർ അടച്ചിട്ടതോടെ ഇവയ്ക്ക് മറ്റ് വേദികൾ കണ്ടെത്തേണ്ടി വന്നു. നിലവിൽ ഓണത്തോടെ തിയേറ്റർ ചലച്ചിത്ര ആസ്വാദകർക്കായി തുറന്നു നൽകാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതും സാമ്പത്തിക സഹായം ലഭിച്ച് നവീകരണം പൂർത്തിയാക്കാൻ സാധിച്ചാൽ മാത്രം. TCV തൃശൂർ. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ-വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. നട്ടം തിരിഞ്ഞ യാത്രക്കാർ. ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന് വ്യാപാരികൾ. പോസ്റ്റ് ഓഫീസ് റോഡിൽ നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി പരാജയപ്പെട്ട പരിഷ്കാരമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞായറാഴ്ച മുതൽ വീണ്ടും നടപ്പാക്കിയത്. ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതറിയാതെ റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTCയിലേക്കും ചെട്ടിയങ്ങാടി പള്ളിയിലേക്കും മറ്റും പോകാനെത്തിയ യാത്രക്കാർ വലഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനപ്രകാരം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൺ-വേ പരിഷ്കാരം നടപ്പാക്കിയതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഗതാഗത കുരുക്കിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ പരിഷ്കാരത്തെ അംഗീകരിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കച്ചവടം തീരെയില്ലാത്ത സമയത്ത് ഏർപ്പെടുത്തിയ ഈ പരിഷ്കാരം തങ്ങൾക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്നും വ്യാപാരികൾ പറയുന്നു.
പരിഷ്കാരം നടപ്പാക്കിയതോടെ ആളുകൾ ഹോട്ടലിലേക്ക് വരാതായെന്നും ജീവനക്കാരെ പിരിച്ചുവിടേണ്ട ഗതികേടിലാണെന്നും അലങ്കാർ ഹോട്ടലിലെ സൂപ്പർവൈസർ AJ പോൾ പറഞ്ഞു. ഇതിന്റെ പേരിൽ കച്ചവടം വളരെ കുറവാണ്, വളരെ മോശമാണ്. സ്വയം അവരിഷ്ടത്തിനാണ് ഈ പരിപാടി ചെയ്തു വെച്ചത്. അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ വലിയ യാതന അനുഭവിക്കുന്നുണ്ട്. അതിൽ എണ്ണം കുറയ്ക്കാവുന്ന അവസ്ഥയിലേക്ക്, ജോലി വരെ നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലേക്കാണ് പോകണം. സമരം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അതിനി ആലോചിക്കേണ്ട ഘട്ടത്തിലേക്ക് വരും. പോസ്റ്റ് ഓഫീസ് റോഡിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന വിധത്തിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയത് വ്യാപാരികൾക്ക് വളരെ വലിയ തിരിച്ചടിയാണെന്നും നിലവിൽ ഇവിടെ യാതൊരു ഗതാഗത പ്രശ്നവുമില്ലെന്നും കാലങ്ങളായി ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന TR അനിൽ പറയുന്നു. ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആലോചിക്കാണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇത് വഴി ബ്ലോക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല റോഡിൽ. ഒന്നാമത് 7 മണി കഴിഞ്ഞ ഒരു മനുഷ്യ ജീവൻ പൊല്ലില്ല. കാരണം കച്ചവടമില്ല. എല്ലാ കടക്കാരും 8 മണിക്ക് ഈ റോഡിലുള്ളവരൊക്കെ കടയെടുത്ത് പോകണം, ആൾക്കാരില്ല. അതിൻ്റെ ഇടയിൽ ഈ വണ്ടിയും കൂടി ആക്കി കഴിഞ്ഞപ്പോൾ തീരെ ആളില്ലാണ്ടായി. ഈ കാലത്തുള്ള ഈ തിക്കും തിരക്കും ബഹളം മാത്രമേ ഇവിടെ ഉള്ളൂ, കഴിഞ്ഞൊരാളും ഇല്ല. വലിയ വാടക കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ്. ഇത് ശരിയായ രീതിയല്ല. അത് നമ്മൾ അവിടെ പോയി മേയറുടെ അടുത്ത് പറയാനൊക്കെ പരിപാടി ഇട്ടുണ്ട്. പറഞ്ഞാൽ എന്തോരം ഫലിക്കുന്നു എനിക്കറിയില്ല. ചെട്ടിയങ്ങാടിപ്പള്ളിയിൽ നിസ്കാരത്തിനെത്തുന്നവരെ അടക്കം ബാധിക്കുന്ന തരത്തിൽ തുഗ്ലക് പരിഷ്കാരം ഏർപ്പെടുത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും പിൻവലിക്കണമെന്നും വ്യാപാരിയായ അബ്ദുൾ അസീസ് പറഞ്ഞു. ഒരു തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരമായിട്ടുള്ള സംഗതിയാണത്. ഇതിപ്പോൾ അവർക്ക് തോന്നുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, കച്ചവടക്കാർ, അങ്ങനെയൊക്കെ. ഇത് ആരും ജീവിക്കേണ്ടെന്നൊരു തീരുമാനമാണ്. ഇവിടെ റെയിൽവേക്ക് പോകുന്ന ആൾക്കാർ, അതുമാതിരി ട്രാൻസ്പോർട്ട് എല്ലാം. ഇപ്പോൾ ഒന്ന് ഈ തെറ്റത്തുനിന്ന് ഈ കടയിലേക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പള്ളിക്ക് പോകുന്ന ആൾക്കാർ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയാന്ന് വന്നു അവർ ബോർഡ് വെച്ചു, അവർ പോയി. ഇന്ന് തിങ്കളാഴ്ച കട തുറന്ന് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനില്ലേ വഴിയിൽ, എന്ത് ചെയ്യാൻ പറ്റും? സമരപരിപാടികളുണ്ടാവും. കാരണം അല്ലാണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെയുള്ള ആൾക്കാർക്ക്. വൺ വേ പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്നും വ്യാപാരികൾ പറഞ്ഞു. നേരത്തെ ചെട്ടിയങ്ങാടി ഭാഗത്തു നിന്ന് മുനിസിപ്പൽ ഓഫീസ് റോഡിലേക്ക് ഗതാഗതം അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നിന്ന് ചെട്ടിയങ്ങാടി റോഡിലേക്കുള്ള പ്രവേശനമാണ് നിരോധിച്ചിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഏർപ്പെടുത്തിയ വൺ വേ ഒഴിവാക്കണമെന്ന് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ യാത്രക്കാരുടെ സൗകര്യത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. ചെറുവാഹനങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് റോഡിൽ വൺ വേ ഏർപ്പെടുത്തുന്നത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. 2022 ഡിസംബറിൽ DGP നേരിട്ട് നടത്തിയ അദാലത്തിൽ വ്യാപാരികളും 2 വീലർ യൂസേഴ്സ് അസോസിയേഷനും ഇക്കാര്യം നേരിട്ട് DGPക്ക് മുന്നിൽ ഉന്നയിച്ചതാണെന്നും 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ ചൂണ്ടിക്കാട്ടി. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ, 3 കടകൾക്ക് തീപിടിച്ചു. അബ്ദുൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള അസീസ് ഫുട്വെയർ, മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ടിപ് ടോപ്പ് ഫാൻസി കട, അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള തുണിക്കട എന്നിവയാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് തീ പടർന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് അഗ്നിശമന സേനയെ വിവരമറിയിച്ചത്. ഗുരുവായൂർ, കുന്നംകുളം, പൊന്നാനി, നാട്ടിക, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നായി 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീ അണച്ചത്. സമീപത്തെ വൈദ്യുതി ട്രാൻസ്ഫോർമറിലെ കേബിളുകളും കത്തിനശിച്ചു. ആളപായമില്ല. 2 കോടിയിലേറെ നഷ്ടം കണക്കാക്കുന്നതായി പറയുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. അതേസമയം തീപിടുത്തമുണ്ടായ സ്ഥലത്ത് വൈകിട്ട് വീണ്ടും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തി പുക ശമിപ്പിച്ചു. NK അക്ബർ MLA, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. പാടശേഖരത്തിൽ അഗ്നിബാധയുണ്ടായതിനെ തുടർന്നാണ് തീറ്റപ്പുൽ കൃഷിയിലേക്ക് തീ പടർന്നത്. 1/2 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിൽ പകുതിയും കത്തിനശിച്ചു. പ്രദേശത്തെ പശു ഫാം നടത്തുന്നവരാണ് തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത്. സമീപത്തെ പറമ്പുകളിലേക്ക് തീ പടർന്ന് തെങ്ങിനും മരങ്ങൾക്കും തീപിടിച്ചു. വീടുകളുടെ സമീപത്തേക്ക് തീ പടർന്ന് കയറിയത് പരിഭ്രാന്തിക്കിടയാക്കി. നാട്ടുകാർ വളരെ പരിശ്രമിച്ചാണ് തീ അണച്ചത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ കൊണ്ടുവരാതിരുന്ന പാപ്പാനെ ദേവസ്വം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ദേവസ്വം കൊമ്പൻ കൃഷ്ണനാരായണന്റെ പാപ്പാൻ നന്ദകുമാരനെയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഞായറാഴ്ച വൈകിട്ടാണ് ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ എത്തിക്കാതിരുന്നത്. ഇതേ തുടർന്ന് കരുതലായി നിർത്തിയിരുന്ന കൊമ്പൻ രാധാകൃഷ്ണനെ ശീവേലിക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ തിടംപേറ്റി പരിചയമില്ലാത്തതിനാൽ കീഴ്ശാന്തിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ആനയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. പാപ്പാന്മാർ വീണ്ടും ശ്രമിച്ചപ്പോൾ കുത്തുവിളക്കുമായി മുന്നിൽ നിന്നിരുന്ന അച്ചുണ്ണി പിഷാരോടിയെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ വരുതിയിലാക്കി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ആനയിൽ
അനുമതിയില്ലാതെ ശീവേലി നടത്തേണ്ടി വന്നു. തിടമ്പ് കയ്യിൽ പിടിച്ചാണ് കീഴ്ശാന്തി ചടങ്ങ് പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിൽ ആചാരപരമായി ആനയോട്ട ദിവസം മാത്രമാണ് ആനയില്ലാ ശീവേലി നടത്താറ്. ദേവസ്വത്തിന്റെ പരാതി പ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പാപ്പാനെതിരെ കേസെടുത്തു. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാപ്പാനെതിരെ അടുത്ത ദിവസം ദേവസ്വം ഭരണസമിതി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. വേലൂർ കിരാലൂരിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കിരാലൂർ ചിരിയങ്കണ്ടത്ത് 10 ബാബു എന്ന് വിളിക്കുന്ന ബാബു, മകൻ രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. കിരാലൂർ ചീരൻ വീട്ടിൽ ജോയ്സനെയാണ് ഞായറാഴ്ച പ്രതികൾ ആക്രമിച്ചത്. പ്രതി ബാബുവിന്റെ മകളുടെ ഭർത്താവ് ലിൻഡോ മാർഗതടസ്സമായി വഴിയിൽ വെച്ചിരുന്ന ബൈക്ക് മാറ്റിവെക്കാൻ ജോയ്സൺ ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള വാക്കേറ്റമാണ് ആക്രമണത്തിന് കാരണം. SI യു മഹേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 3ഉം 4ഉം പ്രതികളായ ലിൻഡോയും കുഞ്ഞുമോനും ഒളിവിലാണ്. പ്രതികൾ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു. ASI AV സജീവ CPOമാരായ K സഗുൺ, രാഹുൽ ദാസ്, ജിനോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ഭാരത് അരി വിതരണത്തെ ചൊല്ലി തർക്കം. പരാതിയെ തുടർന്ന് പോലീസ് അരി വിതരണം തടഞ്ഞു. മേത്തല കീഴ്ത്തളി ജംഗ്ഷനിലാണ് അരി വിതരണം നടന്നത്. ഭാരത് അരി വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അരി വിതരണം നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരും സ്ഥലത്തെത്തി. ഭാരത് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ അരി വിതരണം പുനരാരംഭിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. പുതുക്കാട് സെന്റർ, പ്രചോദി നികേതൻ കോളേജ്, വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് K മുരളീധരൻ പര്യടനം നടത്തിയത്. കോൺഗ്രസ് നേതാക്കളായ TS രാജു, സുധൻ കാരയിൽ, സെബി കൊടിയൻ, K ഗോപാലകൃഷ്ണൻ, KM ബാബുരാജ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വെങ്കിടങ്ങ് മുല്ലശ്ശേരി മേഖലയിൽ പര്യടനം നടത്തി. പെരുവല്ലൂർ സെന്റർ, ഊരകം, മധുക്കര, മാനിന കോളനി, കണ്ണൂത്ത്, ഉള്ളന്നൂർ മന, മുനമ്പ് കോളനി, കോടമുക്ക്, വാട്ടർ ടാങ്ക് പരിസരം, തൊയക്കാവ് സെന്റർ എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി പര്യടനം നടത്തിയത്. വയോജനങ്ങളും യുവതി യുവാക്കളും അടക്കം നിരവധി പേർ സുരേഷ് ഗോപിയുടെ സന്ദർശന കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു. BJP മണ്ഡലം ജില്ലാ നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാളപ്പുയ്യ മടത്തുംപടി സ്വദേശി ചാത്തൻചിറ വീട്ടിൽ അക്ഷയ് ആണ് അറസ്റ്റിലായത്. അമ്പല്ലൂർ വില്ലേജ് കോർട്ട് റോഡിലെ കടയുടെ വരാന്തയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. കഴിഞ്ഞ ഡിസംബറിലാണ് കവർച്ച നടന്നത്. പുതുക്കാട് SHO സജീഷ് കുമാർ, SI ഉണ്ണികൃഷ്ണൻ, സീനിയർ CPO ആൻസൺ, CPOമാരായ ശ്രീജിത്ത്, കിഷോർ കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന്റെ ഭാഗമായുള്ള നടക്കൽ പൂരവും പുത്തൻകുളം ആറാട്ടും ഭക്തി നിർഭരമായി. ഉഷപൂജയ്ക്ക് ശേഷം തൃപ്രയാർ തേവർ 3 ആനകളോടെ നടക്കൽ പൂരത്തിനായി എഴുന്നള്ളി. പാറമേക്കാവ് കാശിനാഥൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. കാവിൽ സുന്ദരൻ മാരാർ നയിച്ച പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തി. ആറാട്ടിന് ശേഷം തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തുടർന്ന് തൃപ്രയാർ തേവർ കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ തേവർക്ക് ബ്ലാഹയിൽ കുളത്തിലും രാത്രി കുറുക്കൻ കുളത്തിലും ആറാട്ട് നടത്തും. ബുധനാഴ്ച രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പും കോതകുളം ആറാട്ടും കഴിഞ്ഞാണ് പടിഞ്ഞാറേക്കരയിലെ അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി തേവർ എഴുന്നള്ളുക. റോഡ് പണിയുടെ മുന്നറിയിപ്പ് ബോർഡ് ദേഹത്ത് വീണ് സാരമായി പരിക്കേറ്റ വിരുപ്പാക്ക സ്വദേശികളായ 2 ബൈക്ക് യാത്രികർ 1 മാസമായി കിടപ്പിലാണ്. ബന്ധപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപം. വിരുപ്പാക്ക സേവൻകുഴി സിദ്ദിഖിന്റെ മകൻ സിറാജ്, കാക്കിനിക്കാട് മാടമ്പാട്ട് അനീഷ് എന്നിവരാണ് സ്വന്തം വീടുകളിൽ ശരീരം അനക്കാനാവാതെ കിടക്കുന്നത്. ഫെബ്രുവരി 17-ന് പന്നിത്തടം കേച്ചേരി റോഡിലെ ഇയാൽ പാടത്ത് വെച്ചാണ് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ കരാറുകാരൻ സ്ഥാപിച്ച വലിയ ഇരുമ്പ് ബോർഡ് ശക്തമായ കാറ്റിൽ ഇവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ 2 പേരും സമീപത്തെ 4 അടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു. ഉടൻ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിറാജിന്റെ ഇടുപ്പിലെ 2 എല്ലുകളും ഇടത് കൈയുടെ എല്ലും പൊട്ടിയതിനാൽ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തോളെല്ലും 7 വാരിയെല്ലും പൊട്ടിയ അനീഷിനും കിടപ്പ് ചികിത്സ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞാണ് കുന്നംകുളം പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും എത്തിയത്.
ഇതുവരെ ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നേക്കിപ്പോൾ ഒരു മാസമാകാൻ പോവാണ്. ഈ ഒരു മാസമായിട്ടും നമുക്ക് ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളോ ആരെങ്കിലും കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഒരാൾ നമ്മളായിട്ട് ബന്ധപ്പെടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടം ആയതുകൊണ്ട് അത് കളക്ഷൻ ബേസിലാണ് നമ്മൾ പിരിവ് പോയിട്ടാണ് നമ്മൾ ആ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ ആളെ ഏൽപ്പിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പുള്ളിക്ക് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പല സംഘടനകളും ക്ലബ്ബുകളും ബന്ധപ്പെട്ടിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ വീട്ടിലായാലും എൻ്റെ വാപ്പാടെ പെൻഷൻ കാശ് കിട്ടുന്നത് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള പല ബാധ്യതകളും ഉണ്ട്. ഇതെല്ലാം നിലച്ചൊരവസ്ഥയിലാണ്. ഇനിയും എത്ര മാസം ഇങ്ങനെ കിടക്കണം എന്നുള്ളത് ഇനി അടുത്ത മാസം 2-ാം തീയതി ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെയ്യാനോ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ള എൻ്റെ ഭാര്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തോളം ഇളകാതെ കിടക്കാനാണ് സിറാജിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വരുമാനം നിലച്ചതോടെ ഭാര്യയും 2 കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങിയ സിറാജിന്റെ കുടുംബം ദുരിതത്തിലായി. പിതാവ് സിദ്ദിഖിന്റെ പെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത്. റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനോ PWD അധികൃതരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് സിറാജ് പറയുന്നു. ഈ യുവാക്കൾക്ക് സഹായവുമായി കോൺഗ്രസ് നേതാക്കൾ ഇവരെ സന്ദർശിച്ചു. DCC സെക്രട്ടറി രാജു, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സന്തോഷ് വിളമ്പത്ത്, ബൂത്ത് പ്രസിഡന്റ് VJ ജമാൽ എന്നിവരാണ് സിറാജിനെ സന്ദർശിച്ചത്. നീതി ലഭിക്കും വരെ സിറാജിന് എല്ലാവിധ പിന്തുണയും നേതാക്കൾ അറിയിച്ചു. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടികൾ ഒന്നും ആയിട്ടില്ല. TCV വടക്കാഞ്ചേരി. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാഠപുസ്തക വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി നിർവഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ D ഷാജി മോൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക TV ഹേമലത, PTA പ്രസിഡന്റ് അജിത് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 2, 4, 6, 8 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാറ്റമുള്ളതിനാൽ അച്ചടിച്ചെത്തുന്ന മുറയ്ക്ക് വിതരണം ചെയ്യും. കാരണം ഇത്ര സൗകര്യമുള്ള ഒരു വിദ്യാലയം നമ്മുടെ ജില്ലയ്ക്കകത്ത് വേറെ ഇല്ല. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വൻ സംഘം കുന്നംകുളത്തെത്തിയതായി സൂചന. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദിവ്യബലിക്കെത്തിയ 2 സ്ത്രീകളുടെ മാല കവർന്നു. പഴഞ്ഞി സ്വദേശിനി കുത്തൂർ വീട്ടിൽ ജോർജിന്റെ ഭാര്യ മേരിയുടെ 2.25 പവന്റെ മാലയും ആർത്താറ്റ് കോലാടി വീട്ടിൽ കൊച്ചുമോന്റെ ഭാര്യ ഷൈനിയുടെ 3.25 പവന്റെ മാലയുമാണ് കവർന്നത്. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം തലക്കൊട്ടുകര ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനെത്തിയ 3 സ്ത്രീകളുടെ മാല കവർന്നതിന് പിന്നാലെയാണ് കുന്നംകുളം ആർത്താറ്റ് പള്ളിയിലും സ്ത്രീകളുടെ മാല കവർന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ മോഷണം നടത്താൻ ശ്രമിച്ച യുവതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തൃശൂർ തിരുവില്ലാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽ അമീൻ എന്ന ബസ്സിൽ യാത്ര ചെയ്തിരുന്ന കുട്ടിയുടെ കാലിലെ സ്വർണ്ണപാദസരം മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനി സരിതയെയാണ് ബസ്സിലെ മറ്റ് യാത്രക്കാർ പിടികൂടി പോലീസിന് കൈമാറിയത്. കൊടും ചൂടിൽ ദാഹിച്ചു വലയുന്നവർക്ക് ഉരിറ്റാശ്വാസം നൽകാൻ വർഷങ്ങൾ പിന്നിടുമ്പോഴും ചേലക്കരയിൽ തണ്ണീർ പന്തൽ സജീവമാണ്. നാടൻ സംഭാരമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ചേലക്കര കുറുമല ഊരത്ത് മന്ത്രംകൂട്ട് കുടുംബക്കാരാണ് തണ്ണീർ പന്തൽ നടത്തുന്നത്. ചേലക്കര സെന്ററിലെ എലിയപ്പറ്റ അന്തിമഹാകളൻകാവ് ക്ഷേത്രത്തിന് സമീപമായാണ് തണ്ണീർ പന്തൽ. ഊരത്ത് മന്ത്രംകൂട്ട് കുടുംബക്കാർ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച തണ്ണീർ പന്തൽ ഇന്നത്തെ തലമുറയും ഏറ്റെടുത്ത് സംഭാര വിതരണം നടത്തിവരികയാണ്. ധാരാളം ജനങ്ങളും കുട്ടികളും കടക്കാരും ഓട്ടോട്ടോ യൂണിയൻ പറഞ്ഞില്ലേ എല്ലാവരും 2 ലിറ്റർ 2.5 ലിറ്റർ മോര് കൊണ്ടുവരും. അത് കഴിയോളം മുടക്കും. കഴിഞ്ഞിട്ട് ഇനി ദാഹിച്ച് വരുന്നവർക്ക് പച്ചല്ലെങ്കിലും മുടക്കുന്നാലും വെറുതെ വിടില്ല. മകരമാസം 28 മുതൽ എടവം 15 വരെയാണ് സംഭാര വിതരണം. ആഴ്ചയിൽ 6 ദിവസവും സംഭാര വിതരണത്തിനായി തണ്ണീർ പന്തലിന്റെ വാതിൽ തുറന്നു കിടക്കും. രാവിലെ 9 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് ഇവിടെ സംഭാര വിതരണം. ഊരത്ത് തങ്കം മേനോൻ, മകൻ ഡോക്ടർ അശോക് മേനോൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾ, ഡ്രൈവർമാർ, യാത്രക്കാർ, വ്യാപാരികൾ, വിദ്യാർത്ഥികളടക്കം ഈ തണ്ണീർ പന്തലിൽ എത്തി ദാഹമകറ്റി മടങ്ങുന്നുണ്ട്. TCV ചേലക്കര.
മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന്റെ 99ാം വാർഷികാചരണം നടന്നു. കേരള സർവോദയ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി മാർഗ സംഘടനകളുടെ സഹകരണത്തോടെയാണ് തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ വാർഷികാചരണം സംഘടിപ്പിച്ചത്. എം പീതാംബരൻ, എൻ രാജഗോപാൽ, എം പത്മിനി, ഡേവിസ് കണ്ണമ്പുഴ, PS സുകുമാരൻ, P രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അന്ന് ഗാന്ധിജിക്ക് കയ്യിലെ മോതിരം ഊരി നൽകിയ വേലൂർ സ്വദേശിനി CR മീനാക്ഷിയുടെ മകൻ KV രഘുനാഥനും ദിനാചരണത്തിൽ പങ്കെടുത്ത് ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ചാലക്കുടി പോട്ട സർവീസ് റോഡിൽ സ്കൂട്ടറിൽ പിക്കപ്പ് വാനിടിച്ച് യുവതി മരിച്ചു. മോതിരക്കണ്ണി മാളിയേക്കൽ ജെയ്സന്റെ ഭാര്യ 45 വയസ്സുള്ള റീജയാണ് മരിച്ചത്. പോട്ടയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ റീജ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. ഇടുക്കൂട് റോഡിൽ നിന്നും പോട്ട ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോയിരുന്ന പിക്കപ്പ് വാനാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം അപകടത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. നഗരസഭയുടെ അലംഭാവമാണ് യുവതിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് CPM ആരോപിച്ചു. CPM പ്രവർത്തകരുമായി പോലീസ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉപരോധം പിൻവലിച്ചത്. ചിത്രരചനയിൽ മുഴുകി ഒഴിവുവേളകൾ സർഗാത്മകമാക്കുകയാണ് അരിമ്പൂരിലെ ബൈക്ക് മെക്കാനിക്കായ ഈ യുവാവ്. താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക നായകരുമടക്കം നിരവധി പേരാണ് ഈ കലാകാരന്റെ തൂലികയിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി പുനർജനി കൊള്ളുന്നത്. അരിമ്പൂരിലെ വർക്ക്ഷോപ്പ് ഉടമയായ പുലിക്കോട്ടിൽ മേജോയാണ് തിരക്കേറിയ തൊഴിലിടത്തിൽ നിന്നുള്ള ഒഴിവുവേളകൾ ചിത്രരചനയാൽ സർഗാത്മകമാക്കുന്നത്. രാത്രി വീട്ടിലെത്തിയാൽ പിന്നെ ബ്രഷും ചായവും ക്യാൻവാസുമാണ് മേജോവിന് കൂട്ട്. മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് ഓരോ ചിത്രങ്ങൾ പൂർത്തിയാക്കുമ്പോഴും അനിർവചനീയമായൊരു സന്തോഷമാണ് മേജോയുടെ മനസ്സിൽ. ചരിത്ര പുരുഷന്മാർ, സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ 100-ലധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ മേജോ വരച്ചിട്ടുണ്ട്. കളർ പെൻസിൽ, പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിംഗ് എന്നിവയാലാണ് ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത്. വരച്ചവയിൽ കൂടുതലും മുഖചിത്രങ്ങളാണ്. ചെറുപ്പം മുതൽ ചിത്രരചന ഇഷ്ടമുള്ള മേജോ 4 വർഷമായിട്ടാണ് വരയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ചെറുപ്പം തൊട്ട് വരച്ചു തുടങ്ങിയതാണ്. വരയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കൊറോണ കാലത്താണ് കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയത്, സമയം കിട്ടിയത്. രാത്രി പണി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഒരു 12 മണി വരെയൊക്കെ വരയ്ക്കും. പിന്നെ കാലത്ത് നേരത്തെ എനിക്കിരുന്ന് വരയ്ക്കും. വലിയൊരു പാഷനാണ് വര. വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞ് വന്ന് രാത്രി 12 മണി വരെയാണ് ചിത്രരചന. ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കാൻ 4 ദിവസം വരെ എടുക്കും. TCV ന്യൂസ്, തൃശൂർ. അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ മോഷണം. 5000 രൂപയും 20 ബഹ്റിൻ ദിനാറും നഷ്ടപ്പെട്ടു. വേങ്ങശ്ശേരി പാറളിയിൽ സുനിൽകുമാറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവർ ഭാര്യ വീട്ടിൽ പോയിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതറിഞ്ഞത്. വീട്ടിലെ ബൈക്ക് മോഷ്ടിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. അഡീഷണൽ SI CT ക്ലീസന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വാർഡ് മെമ്പർ P ലത, ബ്ലോക്ക് മെമ്പർ P സുരേഷ് മോഹൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 6 മാസം മുൻപും ഇവിടെ മോഷണ ശ്രമം നടന്നിരുന്നുവെന്നും പോലീസ് നടപടി ശക്തമാക്കണമെന്നും ബ്ലോക്ക് മെമ്പർ സുരേഷ് മോഹൻ ആവശ്യപ്പെട്ടു. തീരദേശ ഹൈവേയുടെ സാമൂഹ്യ പ്രത്യാഘാത പൊതു ഹിയറിംഗ് നടന്ന വേദിയിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡ് മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശത്തെ അലൈൻമെന്റ് ശാസ്ത്രീയമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി, മഹല്ല് ഏകോപന സമിതി, അഴീക്കോട് എറിയാട് മേഖലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് സാമൂഹ്യ പ്രത്യാഘാത പൊതു ഹിയറിംഗ് നടന്ന വേക്കോട് ഗവൺമെന്റ് LP സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് മഹൽ ഏകോപന സമിതി പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ, തീരദേശ അവകാശ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ബിൽഡിംഗ് ഓണേഴ്സ് താലൂക്ക് സെക്രട്ടറി ബാലഗോപാൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യം മുതലാക്കാനുള്ള BJPയുടെ ശ്രമം തീക്കളിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പഴയ ചാക്കിനേക്കാൾ വില കുറഞ്ഞതായി മാറിയിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടികളെന്നും ബിനോയ് വിശ്വം. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം വിവാദമായതോടെ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി.
സാംസ്കാരിക നഗരിയുടെ സമാന്തര സിനിമാ പ്രദർശന വേദി അടഞ്ഞു തന്നെ. നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ കൈരളി ശ്രീ തിയേറ്റർ അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന വ്യാപാരികൾ. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ. 3 കടകൾക്ക് തീപിടിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തി നശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ കൊണ്ടുവരാതിരുന്ന പാപ്പാനെ ദേവസ്വം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. കൊമ്പൻ കൃഷ്ണനാരായണന്റെ പാപ്പാൻ നന്ദകുമാരനെയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.